യൂട്യൂബിൽ APKS എന്നുള്ള ഒരു പരസ്യം കണ്ടതിനു ശേഷമാണ് ഞാൻ ഈ അഭിമാൻ ഉൽപ്പന്നം വാങ്ങിയത്. 200 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ എന്ന അനുപാതത്തിൽ ഞാൻ ഈ അഭിമാൻ ലായനി കലർത്തി ഓരോ മരത്തിലും 1 ലിറ്റർ മിശ്രിതം തളിച്ചു. ഫലങ്ങൾ നിരീക്ഷിച്ചപ്പോൾ പഴങ്ങളുടെ ഗുണനിലവാരം മികച്ചതാണെന്ന് ഞാൻ കണ്ടെത്തി. അവ വളരെ നന്നായി വളരുന്നു. പപ്പായ പഴങ്ങളുടെ ഉപരിതലം ഇപ്പോൾ മനോഹരമായ തിളക്കം കാണിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് സംഭാവന നൽകാനുള്ള ആഗ്രഹത്താൽ ഞാൻ ഒരു പപ്പായ നഴ്സറിയും നടത്തുന്നു. ഞാൻ ഉയർന്ന നിലവാരമുള്ള വിത്തുകൾ ശേഖരിക്കുകയും തൈകൾ നട്ടുവളർത്തുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ആശംസകൾ. എന്റെ പേര് മുരുകൻ. മധുര ജില്ലയിലെ അലങ്കനല്ലൂർ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന എരമ്പട്ടി ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിലവിൽ 1 ഏക്കർ സ്ഥലത്ത് ഞാൻ പപ്പായ കൃഷി ചെയ്യുന്നു. റെഡ് ലേഡി, യുക്കോൺ ബെറി, ഗ്രീൻ ബെറി തുടങ്ങിയ വിവിധ ഇനങ്ങൾ ഞാൻ വളർത്തുന്നു. എന്റെ കാർഷിക ശ്രമങ്ങളിൽ ജൈവരീതികൾ സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണ്. പൊതുജനങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ളതും ആരോഗ്യകരവുമായ ഭക്ഷണം നൽകുക എന്നതാണ് എന്റെ ലക്ഷ്യം. എന്റെ കഴിവിന്റെ പരമാവധി അത് ചെയ്യുന്നു. ഈ അഭിമാൻ ഉൽപ്പന്നം ഞാൻ 200 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ എന്ന അനുപാതത്തിൽ കലർത്തി ഓരോ മരത്തിലും 1 ലിറ്റർ മിശ്രിതം തളിച്ചു. നിരീക്ഷിച്ചപ്പോൾ പഴങ്ങളുടെ ഗുണനിലവാരം മികച്ചതാണ്. അവ ശക്തമായി വളരുന്നു. പപ്പായ പഴങ്ങളുടെ ഉപരിതലം മനോഹരമായ തിളക്കം പ്രകടിപ്പിക്കുന്നു. കാർഷിക സമൂഹത്തെ പിന്തുണയ്ക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ ഒരു പപ്പായ നഴ്സറിയും നടത്തുന്നു. ഉയർന്ന നിലവാരമുള്ള വിത്തുകൾ ഞാൻ ശേഖരിക്കുകയും അവയെ തൈകളാക്കി വളർത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ഓരോ തൈയും 22 രൂപ വിലയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. 10 ഗ്രാം വിത്ത് പാക്കറ്റിന് ഏകദേശം 4650 രൂപ ചിലവാകും. ഈ പാക്കറ്റിൽ ഏകദേശം 500 വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. മുളച്ചു വിജയകരമാണെങ്കിൽ അത് ഏകദേശം 450 തൈകൾ നൽകുന്നു. ഈ ശ്രമത്തിൽ എനിക്ക് കാര്യമായ സാമ്പത്തിക ലാഭമൊന്നുമില്ലെങ്കിലും കൃഷിക്ക് നല്ലത് ചെയ്യുക എന്ന പ്രതിബദ്ധത കൊണ്ടാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും ഈ തൈകൾ വിതരണം ചെയ്യാൻ എനിക്ക് കഴിയില്ല. തൈകളുടെ ലഭ്യത പരിമിതമായതിനാൽ പ്രത്യേകമായി ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ ഞാൻ അവ നൽകാറുള്ളൂ. ഞാൻ നൽകുന്ന തൈകൾ മികച്ച ഗുണനിലവാരമുള്ളവയാണ്. ശരിയായി പരിപാലിക്കുകയാണെങ്കിൽ 2 മുതൽ 3 വർഷം വരെ അവ സമൃദ്ധമായ വിളവ് നൽകും. പോഷകപരവും ഔഷധപരവുമായ ഗുണങ്ങൾക്കായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വിളയാണിത്. രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും ജൈവരീതികൾ ഉപയോഗിച്ച് ഇത് കൃഷി ചെയ്യുന്നത്. ഫലങ്ങൾ മികച്ചതാണ്. ഈ രീതി പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും നല്ല ഫലങ്ങൾ ലഭിക്കും.